എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 80% നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ, നമ്മുടെ ചിന്ത വരുന്ന എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ജീവിതം തകരുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്നാൽ നമുക്ക് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളുടെ വിജയവും പരാജയവും വരുന്നത് നമ്മുടെ മനസ്സിന് നമ്മളെക്കുറിച്ചുള്ള ഐഡൻറ്റിറ്റി ബേസ്ഡ് അഫർമേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്ത് ഐഡൻറ്റിറ്റിയാണ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്, വാട്ട് ഈസ് അവർ ഐഡൻറ്റിറ്റി, നമ്മളെക്കുറിച്ച് എന്താണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യലി അബണ്ടൻ്റ് ആണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ തന്നെ അബണ്ടൻ്റ് ആവും. അത് ഒരു അവയർനെസ്സായി മാറണം. അപ്പോൾ അത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഒറ്റ പ്രാവശ്യം പറയുന്നതുകൊണ്ട് വരുന്നതല്ല, അതൊരു ഇന്നർ അവയർനെസ് ആക്കി മാറ്റണം. പിന്നെ നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ മെക്കാനിക്കലി സംസാരിക്കുകയല്ല, നമ്മൾ മൈൻഡിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് വിഷ്വലൈസേഷൻ വളരെ നന്നായിട്ട് ഒരു ഇമോഷണൽ ഇൻറ്റൻസിറ്റിയോടുകൂടി, അതായത് ഇപ്പോൾ നമുക്കൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു, ആ വീട് നമുക്കുണ്ട് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഓരോ മുറിയും കിച്ചണും ടോയ്ലറ്റും എല്ലാം നമുക്ക് കാണാനായിട്ട്, അത് അനുഭവിക്കാനായിട്ട്, ആ ബെഡിലൊക്കെ കിടക്കാനായിട്ട് വരണം. അപ്പോൾ അന്നേരം നമുക്കുണ്ടാകുന്ന സുഖം അത് വരുന്നതിന് മുമ്പ്, അപ്പോൾ അന്നേരമാണ് അത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ അത് എൻകോഡ് ചെയ്ത ഒരു ഇമാജിൻഡ് എക്സ്പീരിയൻസ് ഒരു റിയൽ ന്യൂറൽ പാറ്റേൺ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ പ്രസംഗിച്ചിട്ടേ ഇല്ല, പ്രസംഗിക്കാൻ ഭയങ്കര പേടിയാണ്, പക്ഷേ പ്രസംഗിക്കുന്നതായിട്ട് കണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വലിയ വേദികളിലൊക്കെ സംസാരിക്കുന്ന കണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളൊരു 10 മിനിറ്റെങ്കിലും ഡെയിലി നമ്മളത് കാണുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ വേണ്ട, എവിടെയാണോ നിങ്ങൾ പ്രഗത്ഭനാകണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ വിഷ്വലൈസ് ചെയ്യുക, ആ ഗോൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ സെൻസറി ഡീറ്റെയിൽസ് കാണുക, സൗണ്ട്, ഫീലിംഗ്, ഒരു ആംപ്ലിഫൈഡ് ഇമോഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, പ്രൈഡ്, ഇതൊക്കെ ഉണ്ടായിരിക്കാം. ഇത് നമുക്കൊരു 21 ദിവസമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുവാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ തോട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ഇതെന്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അവയർനെസ് പ്രിസീഡ്സ് റീപ്രോഗ്രാമിങ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവയർനെസ് വരണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണ് കുറവുള്ളത്, അത് വരണമെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു നോട്ട്ബുക്ക് തന്നെ വെക്കാം. അപ്പോൾ റിക്കറിങ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്, അതായിരിക്കും ചിലപ്പോൾ നമ്മൾ നശിപ്പിക്കുന്നത്. നമുക്കത് കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ കുറച്ചുകൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള, നിങ്ങളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന, നിങ്ങളിലെ വ്യക്തിത്വത്തെ ബോധവൽക്കരിക്കുന്ന ഒരു രൂപം കൊണ്ടുവരിക, ഒരു വിജയം കൊണ്ടുവരിക. അപ്പോൾ സബ് കോൺഷ്യസ് ഓഡിയോ ലൂപ്പ് ചെയ്യാം. അപ്പോൾ സ്ലീപ്പിനിടയ്ക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതെങ്ങനെ വെച്ചാൽ മൈൻഡ് വളരെ ഹൈലി സജസ്റ്റബിളാണ്, പ്രത്യേകിച്ച് തീറ്റ ലെവലിൽ നമ്മൾ നിൽക്കുന്ന നേരത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അഫർമേഷൻസ് ഒരു ടേപ്പ് റെക്കോർഡറിൽ നമ്മൾ പണ്ട് റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറങ്ങുന്നതിന് അടുത്ത് നമ്മൾ അഫർമേഷൻസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ വെച്ച് ഓഡിയോ കേട്ടുകൊണ്ട് ഉറങ്ങിയാൽ മതിയാവും. ഇത് നമ്മളൊരു 21 ഡേയ്സെങ്കിലും കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നമ്മൾ മിറർ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഐ കോണ്ടാക്റ്റ്, അത് നമ്മുടെ ഒരു ന്യൂറൽ ഇമോഷണൽ ഇമ്പാക്റ്റ് വളരെ കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മിറർ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിററുമായിട്ട് നിങ്ങളെ കണ്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആസ്വദിക്കുകയാണ്, സീയിങ് ഇൻ യുവർ ഓൺ ഐസ്. അപ്പോൾ നിങ്ങൾ ഉത്തമ ബോധ്യത്തോടു കൂടി കണ്ണാടി കാണുന്ന ആളോട് നിങ്ങൾ അഫർമേഷൻസ് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഗെയ്സോട് കൂടി ഇതിങ്ങനെ നമ്മൾ ഒരു 4-5 മിനിറ്റെങ്കിലും കണ്ടിന്യൂ ചെയ്യുക എല്ലാ ദിവസവും. പിന്നെ അതുപോലെ തന്നെ ഫ്യൂച്ചർ സെൽഫ് എംബോഡീഡ് ഒരു എംബോഡിമെൻറ്റ് അത് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ സബ് കോൺഷ്യസ് റെസ്പോണ്ട് ടു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ്സ്. നിങ്ങളാകാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു PSCക്ക് എഴുതുന്ന ആളാണെങ്കിൽ അയാളത് ആയതായിട്ട് കണ്ട് അപ്പം ആ ഒരു രീതി തന്നെ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ്, ആ ഫ്യൂച്ചറിനെ പറ്റിയ നമ്മുടെ ന്യൂറോൺസ് തന്നെ അവിടെ ഫയർ ചെയ്ത് കയറുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള പോസ്ചർ, ഇപ്പോൾ നിങ്ങൾ സ്പോർട്സിനൊക്കെ പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ ടൊണാലിറ്റി, സംസാരിക്കുന്ന ടോണുകൾ, ലീഡർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. അതുപോലെ തന്നെ ഇമോഷണൽ റിലീസ്, പലപ്പോഴും നമുക്ക് സപ്രസ് ചെയ്ത് കിടക്കുന്ന ഇമോഷൻസൊക്കെ എടുത്ത് കളഞ്ഞ് ലൈഫിനെ നേരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട്, പൊട്ടിപ്പോയ ലൈഫിൻ്റെ ആ നാരുകൾ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് അവിടെ നമുക്ക് ഒരു 10 മിനിറ്റ്സൊക്കെ നമ്മൾ
ഇത് മനസ്സിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ നിന്ന് നമുക്ക് റിലീസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളത് പിന്നെ 21 ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഗൈഡഡ് മെഡിറ്റേഷൻ, ഒരു മെൻ്റൽ സ്റ്റിൽനെസ്, അപ്പം ചിന്തകളില്ലാതെ സ്റ്റില്ലാകുന്ന സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മൈൻഡിനെ കാമാക്കാനായിട്ട്, അപ്പോൾ ഹൗ ടു ഡൂ ഇറ്റ്, അപ്പോൾ അതും ഒരു 20 മിനിറ്റ് ഡെയിലി ചെയ്യുക. തോട്ടിനെ ഒബ്സർവ് ചെയ്യുക, അപ്പോൾ സപ്രസ് ചെയ്യുകയല്ല വേണ്ടത്. അപ്പോൾ അതിനെന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മേഖലയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് അപ്പോൾ ചോസൺ ഗോളിലേക്ക് അതിനെ വിടുക. ഇനി ഹാബിറ്റ് സ്റ്റാക്കിങ്, നമുക്ക് എന്താ ചെയ്ത് സബ് കോൺഷ്യസിൽ നമുക്കൊരു പാറ്റേൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പാറ്റേണിലേക്ക് നമ്മൾ അതിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകാൻ തുടങ്ങും. അപ്പോൾ ന്യൂ പ്രാക്ടീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് പ്രാക്ടീസിനെ നമുക്ക് ഓവർറൈറ്റ് ചെയ്യാനായിട്ട് പറ്റും, പുതിയ ഒരു ഇതായിട്ടും വെച്ചിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ പല്ലൊക്കെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആഫ്റ്റർ ലഞ്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇനി ഈ 80-20 തോട്ട് റൂൾ എന്ന് പറയുന്നത് അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, റെപ്പറ്റീഷൻ സ്ട്രെങ്തൻസ് ദ ന്യൂറൽ പാത്വേ. ഒരുപാട് പ്രാവശ്യം നമ്മൾ വീണ്ടും നമ്മളോട് തന്നെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് നമ്മളെ ന്യൂറോൺസ് ആ അനുഭവം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതൊരു പ്രൈമറി ഗോളായിട്ട്, നിങ്ങളുടെ പ്രൈമറി ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും പറയുകയും എഴുതുകയും സെർച്ച് ചെയ്യുകയും യൂട്യൂബ് കാണുകയൊക്കെ അതിനെക്കുറിച്ച് മാത്രം മാറിപ്പോകാതെ. അപ്പോൾ ഈ 80% നമ്മൾ ഇൻറ്റൻഷണൽ ആയിട്ടുള്ള തിങ്കിങ് ആയിട്ട് തന്നെ പോവുക. നമുക്ക് വേണ്ട എവിടെയാണോ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ മാത്രമായിട്ട്. അപ്പോൾ എലിമിനേറ്റ് മെൻ്റൽ ഡിസ്ട്രാക്ഷൻസ്, നമുക്ക് തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എൻവയറമെൻറ്റ് റീസെറ്റ്, നമ്മൾ ഇരിക്കുന്ന മുറി ചിലപ്പം നിങ്ങൾ 6 പാക്കൊക്കെ വരാൻ പോവുകയാണ്. 6 പാക്ക് ഉള്ള ഒരാളിൻ്റെ ഓൾറെഡി ഉള്ള ഒരാളിൻ്റെ തല വെട്ടിയിട്ട് തല വെട്ടിയെടുത്ത് മാറ്റിയിട്ട് നിങ്ങളുടെ തല ഒട്ടിച്ച് അയാളുടെ ബോഡിയായിട്ട് ചിലപ്പോൾ വെക്കും. തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. വിഷ്വൽ ഇമേജ് ട്രിഗർ ചെയ്ത് നമ്മുടെ ഐഡൻറ്റിറ്റി വ്യത്യാസം വരുവാണ്. അപ്പോൾ ഈ നമുക്കൊരു വന്നിട്ട് അപ്പോൾ ബുക്ക്, കോട്ട്സ്, സിമ്പിൾസ്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ആംപ്ലിഫൈ ചെയ്യുക, അത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. അപ്പോൾ നമ്മൾ റീവയർ നെഗറ്റിവിറ്റി നമ്മളെല്ലാം എടുത്ത് കളഞ്ഞിട്ട്, അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ട് പറ്റിയ ദിവസം ഒരു 10 കാര്യമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടേ കിടക്കാവൂ. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ, ഫീൽ ദം ഡീപ്ലി, ഇൻക്ലൂഡ് ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ കിട്ടണമെന്നില്ല, കിട്ടാൻ പോകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമുക്ക് പറഞ്ഞിട്ടിരിക്കാം. ഇനി ബോഡി സ്റ്റേറ്റ് ആങ്കർ ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബോഡി ശക്തമായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ചില ഏറ്റവും ലീഡേഴ്സിൻ്റെയൊക്കെ ബോഡി ലാംഗ്വേജ് ഉണ്ട് അവർ നടക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ഫിസിയോളജിക്കലി ഇൻഫ്ലുവൻസ് സബ് കോൺഷ്യസ് ആയിട്ട് നമുക്ക് വലിയ മാറ്റം വരുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഡീപ്പ് ബ്രീത്തിങ്, നമ്മുടെ കൂടെയുള്ള എന്തൊക്കെയാണ് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുനടക്കുന്ന ആർട്ടിഫാക്ട്സ് ഒക്കെ നമ്മൾ കൊണ്ടുനടക്കുന്നത്, ചിലതൊക്കെ റെപ്പറ്റീഷനോട് കൂടി നമ്മൾ റിതമിക്കായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ ബൈപ്പാസ് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ഇനി നമുക്ക് റിതമിക്കായിട്ട് അഫർമേഷൻസ് വിളിച്ചു പറയുന്നത്, ലൗഡായിട്ട് പറയുന്നത്, അപ്പോൾ ലിമിറ്റിംഗ് ബിലീഫിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യുന്ന, വിശ്വാസം തകർത്ത് കളയുക, നമ്മൾ ഐഡൻറ്റിറ്റി ബിലീഫ്, ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എവിഡൻസ് കൊണ്ടുവന്ന് പല കാര്യവും നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ സക്സസ് കൊണ്ടുവരാൻ നമുക്ക്, അപ്പോൾ സക്സസ് റീആക്ടിവേഷൻ ചെയ്യാനായിട്ട്, അപ്പം ഞാൻ സക്സസ്സിനുള്ള ആളാണ്, എനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബ്രെയിൻ വിശ്വസിച്ച് തുടങ്ങും. ഒരു 4-5 പാസ്റ്റ് സക്സസ്സിനെ റീകോൾ ചെയ്തിട്ട് അത് ലൈഫിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം നമുക്ക് പിന്നെ അതിൽ നിന്ന് പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ കറണ്ട് ഗോളുമായിട്ട് നമ്മുടെ ആക്ടിവിറ്റീനെ ആങ്കർ ചെയ്ത് മുന്നോട്ട് പോവുക. വിഷ്വലൈസേഷനും ആക്ഷനുമായിട്ട് പെയർ ചെയ്യുക, ആക്ഷൻ കൺഫേം ചെയ്ത് പോകുന്നത്. ഇനി കോൺഫിഡൻ്റ് ആയിട്ടുള്ള നമുക്കൊരു കോള് അല്ലെങ്കിൽ വിസിറ്റ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിഷ്വലൈസ് ചെയ്യാം. റീഇൻഫോഴ്സ് ന്യൂ ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ സബ് കോൺഷ്യസ് ജേണലിങ് വലിയ ഒരു നല്ല മെത്തേഡാണ്. നിങ്ങളുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ടുഡേ ഐ ആക്റ്റഡ് ആസ് എ പേഴ്സൺ, റിയൽ ഹീറോ എന്നൊക്കെ എഴുതാം. അപ്പോൾ നാളെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്തായിരിക്കണം ഇപ്പോഴേ നമുക്ക് തീരുമാനിക്കാം. സോഷ്യൽ സർക്കിൾ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പോഷർ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ആക്കാം. ഗ്രോത്ത് ഓറിയൻറ്റഡ് ആൾക്കാരുമായിട്ട് മാത്രം നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുക. നമ്മളിപ്പം ഈ മൈൻഡ് മാസ്റ്ററിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്, 10 മെത്തേഡുകളാണ് റീപ്രോഗ്രാമിന് ഉപയോഗിക്കുന്നത്.
അതിനകത്ത് ഭയങ്കര ഒരു മെറ്റഫറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് റീവാമ്പ് റോഡ് പറയും. ഒരു ആക്രോണിമാണ്, റോഡ് ടു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഓരോ ലെറ്ററും നമ്മൾ ഓരോ പ്രധാനപ്പെട്ട, അപ്പം ആദ്യം നമ്മൾ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ റിമൂവ് ഇമ്പ്യൂരിറ്റീസ് ആണ് 6, റിമൂവ്. ആൻഡ് ഇ ഫോർ വിഷ്വലൈസേഷൻ, എൻവിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അഗെയിൻ വി ഫോർ വിഷൻ ബോർഡ്, എ ഫോർ അഫർമേഷൻ, എം ഫോർ മെഡിറ്റേഷൻ ആൻഡ് പി ഫോർ പ്രെയർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വരുന്നുണ്ട് ആർ ഫോർ റോൾ മോഡലിംഗ് ആൻഡ് ഒ ഫോർ ഒബ്ജക്റ്റീവ് ക്ലാരിറ്റി, എ ഫോർ ഓട്ടോ സജഷൻ ആൻഡ് ഡി ഫോർ ഡിസസോസിയേഷൻ. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നടത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുക. അപ്പം അത് ചെയ്യുന്നത് പോലെ ഇത് നമുക്കൊരു 21 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറും. അപ്പോൾ അകത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് തെറ്റായ കാര്യങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. അപ്പോൾ പേഴ്സണലി നിങ്ങളോട് തന്നെ ഒരു കോൺട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് കംപ്ലീഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഫോം ചെയ്യാം. അപ്പം ആ അവയർനെസ്സിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് കഴിയട്ടെ, അതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.